സോ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മുടെ WI വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കുകൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, പ്രഷർ, ടോട്ടൽ പ്രഷർ തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത സിലബസ് പ്രകാരം നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് നോക്കാൻ പോകുന്നത്, ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. സോ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ബോയന്റ് ഫോഴ്സ് എന്നുള്ളതാണ്. രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ പറയുന്നത്. ബോയന്റ് ഫോഴ്സ് എന്നും പറയും, ഫോഴ്സ് ഓഫ് ബോയൻസി എന്നും പറയും കേട്ടോ. ഇത് ചിലർക്ക് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ, ഇപ്പൊ ഇതിന്റെ സ്പെല്ലിംഗ് പ്രകാരം ബയോയൻസി എന്നൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നവരുണ്ട്. ആക്ച്വലി അത് ബോയന്റ് എന്ന് വായിക്കാം. ബോയൻസി, ബോയന്റ് ഫോഴ്സ് കേട്ടോ. ബോയന്റ് ഫോഴ്സ് ഓർ ഫോഴ്സ് ഓഫ് ബോയൻസി. ഓക്കെ, അപ്പൊ എന്താണ് ഈ സാധനം? എന്താണ് ഫോഴ്സ് ഓഫ് ബോയൻസി? നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. എന്താണ്? whenever a solid body is immersed in a fluid, an upward force is exerted by the fluid on the body. അല്ലെ, എന്താ, ഏതെങ്കിലും ഒരു സോളിഡ് ബോഡി ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു അപ്വാർഡ് ഫോഴ്സ് അതില് എന്ത് ചെയ്യും? ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യും ആ സോളിഡ് ബോഡിയിൽ. The force tending to lift up the body is known as buoyant force or force of buoyancy. എന്താ ഈ ഫോഴ്സ്? എന്താ ലിഫ്റ്റപ്പ് ചെയ്യുന്ന, അതായത് സോളിഡ് ബോഡീനെ നമ്മുടെ ലിക്വിഡിൽ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റപ്പ് ചെയ്യുന്ന ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ബോയൻസി. സിമ്പിൾ ആയിട്ട് ഡെഫിനേഷൻ ആണ് അല്ലെ. അതായത് ഏതൊരു സോളിഡും ഒരു ലിക്വിഡ്സിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്ലൂയിഡിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ, ലിക്വിഡ് ആണെന്നില്ല, ലിക്വിഡ് ഓർ ഗ്യാസ്, ലിക്വിഡ്സ് ഓർ ഗ്യാസ്, അത് രണ്ടും കൂടി പൊതുവെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫ്ലൂയിഡ് കേട്ടോ. ലിക്വിഡ് പ്ലസ് ഗ്യാസ് ആണ് എന്ത്? അതായത് ലിക്വിഡ്, ഗ്യാസ്, ഇത് രണ്ടും കൂടി പൊതുവായിട്ട് നമ്മൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. അപ്പൊ ഒരു സോളിഡ് ഒരു ഫ്ലൂയിഡിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ, മീൻസ് ലിക്വിഡിലോ ഗ്യാസിലോ മുക്കി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു അപ്വാർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ അപ്വാർഡ് ഫോഴ്സിനെയാണ് നമ്മൾ ഫോഴ്സ് ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് കാണുന്ന ഒരു നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഒരു ബോള്. എസ്പെഷ്യലി ഒരു ഫുട്ബോളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ വേറെ വെള്ളത്തിലോ മുക്കി താഴത്തേക്ക് മുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിവിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബോൾ ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് പൊങ്ങി വരും. പെട്ടെന്ന് തന്നെ ഒരു മുകളിലേക്ക് ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നത് മൂലം പൊങ്ങി വരും. പൊങ്ങി വരുന്നതിന് കാരണം എന്താണ്? ബോയൻസി ഫോഴ്സ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ലിക്വിഡ്സ് ബോയിന്റ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി. അതുപോലെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മുടെ എയർ ഒരു ഗ്യാസ് ആണ്. ഓക്കെ, ഈ എയർ എന്ന ഗ്യാസിൽ ഇരിക്കുന്ന ഒരു സോളിഡ് ബോഡിയാണ് എന്ത്? മനുഷ്യന്മാര് അല്ലെ. മനുഷ്യന്മാര് സോളിഡ് ബോഡിയാണ്. അപ്പൊ നമ്മുടെ മേത്തൊരു ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യണ്ടോ? ഉണ്ട്, ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ബോയിന്റ് ഫോഴ്സ് എന്താണ്? വളരെ ചെറിയ വാല്യൂ ആണ്. ഓക്കെ, നമ്മളെ ലിഫ്റ്റപ്പ് ചെയ്യാനുള്ള കഴിവ് ആ ബോയിന്റ് ഫോഴ്സിനില്ല. ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് പൊങ്ങി പോകുന്നില്ല എന്നുള്ളൂ. ഞാൻ പറഞ്ഞു തന്നതിലുള്ളൂ എന്താണ്? ലിക്വിഡ്സും ഫ്ലൂയിഡ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഈ എല്ലാ സോളിഡ് ബോഡിയുടെ മുകളിലും ഒരു അപ്വാർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ചെലുത്തുന്നുണ്ട്. ഓക്കെ, ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുന്ന എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വേറെ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഡെഫിനേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇനി ഈ ബോയിന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എന്നുള്ളത് ആദ്യകാലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് ഈ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന ഫോഴ്സ് എത്രയാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ ആർക്കിമിഡീസ് എന്ന് പറയുന്ന സ്കോളർ അല്ലെ, ഒരു പുരാതന കാലത്തെ ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ വന്നപ്പിനെയാണ് ഈ ബോയിന്റ് ഫോഴ്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് നോക്കിയേ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എനി ഒബ്ജക്റ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ഓക്കെ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം.
എക്സ്പീരിയൻസ് ആൻഡ് അപ്വാർഡ് ബോയിന്റ് ഫോഴ്സ്. അപ്പൊ ഇനി ഒബ്ജക്റ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ് എക്സ്പീരിയൻസ് ആൻഡ് അപ്വാർഡ് ബോയിന്റ് ഫോഴ്സ്. എന്താണ്? ഒരു ഫ്ലൂയിഡിൽ മുക്കി വെച്ചേക്കണ ഏതൊരു ഒബ്ജക്റ്റിലും ഒരു അപ്വാർഡ് ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനെ നമ്മൾ ബോയിന്റ് ഫോഴ്സ് എന്ന് വിളിക്കും. ഉണ്ട് ഈക്വൽ ടു, ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റിയാണ് പിന്നെ പറയുന്നത്. ഈക്വൽ ടു, ആ ബോയിന്റ് ഫോഴ്സ് എന്തിനാണ് ഈക്വൽ ആണ്? ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഇറ്റ് ഡിസ്പ്ലേസസ്. അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന, ആ ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റിനോട് ഈക്വൽ ആണ്. ഓക്കെ, ഇതാണ് എന്ത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? എന്താണ്? എല്ലാ ബോഡിയിൽ, സോളിഡ് ബോഡി, ഫ്ലൂയിഡിൽ മുക്കി വെച്ചാൽ എല്ലാ സോളിഡ് ബോഡിയിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് എന്തിനോട് ഈക്വൽ ആണ്? വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഇറ്റ് ഡിസ്പ്ലേസസ്. അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന, സോളിഡ് ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെയിറ്റിനോട് ഈക്വൽ ആണ്. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബക്കറ്റിൽ നിറച്ച് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബക്കറ്റിൽ നിറച്ചും വെള്ളമുണ്ട്. ആ ബക്കറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫുട്ബോൾ മുക്കി വെക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. ഒരു ഫുട്ബോള് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ബക്കറ്റിലേക്ക് മുക്കുന്നു. മുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം എന്ത് ചെയ്യും? നേരെ പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോകുന്ന വെള്ളം ഞാൻ ഒരു വേറെ ട്രെയില് ശേഖരിക്കാന്ന് വിചാരിക്കാം. പുറത്തേക്ക് കവിഞ്ഞു പോകുന്ന വെള്ളം, ഈ ബോൾ മുക്കുമ്പോൾ പുറത്തേക്ക് കവിഞ്ഞു പോകുന്ന വെള്ളം ഞാൻ വേറൊരു ട്രെയില് ശേഖരിച്ചു. എന്നിട്ട് ആ ട്രെയിലുള്ള ആ കവിഞ്ഞു പോയ വെള്ളത്തിന്റെ വെയിറ്റ് എത്രയാണെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനോട് ഈക്വൽ ആയിരിക്കും എന്ത്? ഈ ബോളിൽ ആക്ട് ചെയ്യുന്ന ബോയിന്റ് ഫോഴ്സ്, അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സ്. ഓക്കെ, ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് ധാരാളം ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സ്ഥിരമായിട്ട് എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യനോടൊന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ പറയാൻ പറ്റും, ബോയിന്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി സോളിഡ് എന്ന് പറയാൻ പറ്റും അല്ലെ. വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി സോളിഡ്. ഓക്കെ, ഇനി അതെങ്ങനെ എഴുതാൻ പറ്റും? വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി സോളിഡ്. റോ എന്ന് പറയുന്നത്, സപ്പോസ് റോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എന്ന് വിചാരിക്കാം. ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വി എന്ന് പറയുന്നത് എന്താ? സോളിഡ് ബോഡിയുടെ വോളിയം എന്ന് വിചാരിക്കാം. ഓക്കെ, വി എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് ബോഡിയുടെ വോളിയം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പന്ത് മുക്കി വെക്കുകയാണ്. ഒരു പന്തിന്റെ വോളിയം, അതാണ് വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പന്തിന്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്? വെള്ളം ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നത്. ശരിയല്ലേ? എന്തുമാത്രം വോളിയം ആണ് ഈ പന്തിനുള്ള അത്രയും വോളിയം വെള്ളമാണ് ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ വെള്ളത്തിന്റെ വോളിയം, ഈ ഡിസ്പ്ലേസ് ചെയ്ത് പോകുന്ന വെള്ളത്തിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇവിടെ വേറെ എന്തെങ്കിലും ഡിവൈസ് ഉപയോഗിക്കണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിന്റെ നീളം, വീതിയും, ഉയരം നോക്കണമെന്നൊന്നുമില്ല. നമ്മൾ എന്ത് നോക്കിയാൽ മതി? ആ സോളിഡ് ബോഡിയുടെ വോളിയം എത്രയാണെന്നുള്ളത് നോക്കിയാൽ മതി. അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയായിരിക്കും ഡിസ്പ്ലേസ് ചെയ്ത് പോയ ആ വെള്ളത്തിന്റെ വോളിയം എന്ന് പറയുന്നത്. സോ വി എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി സോളിഡ് ആണ് കേട്ടോ. വോളിയം ഓഫ് ദി സോളിഡ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് പറയാൻ പറ്റും? വോളിയം ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ് കേട്ടോ. കൺഫ്യൂഷൻ വരരുത്. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് ദി സോളിഡ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഓക്കെ, അത് തന്നെയാണ് എന്ത്? വോളിയം ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യനിൽ വന്നേക്കാം വോളിയം ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഇത്രയാണ്, ബോയൻസി ഫോഴ്സ് എത്രയാണ്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എന്താ വിയുടെ സ്ഥാനത്ത് അത് കൊടുക്കാം. ബിക്കോസ് രണ്ടും സെയിം തന്നെയാണ്. സോ റോ ഇൻറ്റു ജി ഇൻറ്റു വി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റോ ഇൻറ്റു വി, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് കിട്ടും. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ റോ ഇൻറ്റു ജി ഇൻറ്റു വി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും? വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് കിട്ടും. ശരിയല്ലേ? വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. റോ എന്ന് പറയുന്നത് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ ബോയൻസി ഫോഴ്സ് ഇസിക്കൽ ടു റോ ജി വി എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. ബോയൻസി ഫോഴ്സ് ഇസിക്കൽ ടു വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. എഫ് ബി ഇസിക്കൽ റോ ജി വി എന്നാണ് ആൻസർ. റോ ജി വി. ഓക്കെ, ഇനി ഒരു ഇക്വേഷൻ ആണത്. അതാണ് ബേസിക് ഇക്വേഷൻ. ഓക്കെ, ഇനി വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട് ബോയൻസി ഫോഴ്സിന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താ അറിയാമോ?
ബോയൻസി ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദി ഫ്ലൂയിഡ്. അതും ബോയൻസി ഫോഴ്സ് ആണ്. ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ദി ഫ്ലൂയിഡ്. അതായത് എന്താണ്, നമ്മൾ നേരത്തെ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാത്രം, അതിൽ നിറച്ചും വെള്ളമുണ്ട്. ആ പാത്രത്തേക്ക് ഒരു കല്ല് ഇടുവാണ്. അപ്പൊ കല്ലിന് ഞാൻ ഇങ്ങനെ ആ പാത്രത്തിലേക്ക് തൂക്കിക്കൊണ്ട് ഇങ്ങനെ വരിക. അപ്പൊ ഇനീഷ്യലി ആ കല്ലിന് വെയിറ്റ് ഉണ്ടാവും. ആ കല്ല് എയറിൽ ഇരിക്കുമ്പോൾ ഒരു വെയിറ്റ് ഉണ്ടാവും. ഓക്കെ, അതായത് ഞാൻ വെള്ളത്തിൽ മുക്കി, പച്ചവെള്ളത്തിലാണ് മുക്കുന്നതെന്ന് വിചാരിക്കാം, വാട്ടറിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ വെയിറ്റ് എന്ത് ചെയ്യും, സോറി കല്ലിന്റെ വെയിറ്റ് എന്ത് ചെയ്യും, കുറയും. കല്ലിന്റെ വെയിറ്റ് കുറയും. അപ്പൊ എന്തുമാത്രം വെയിറ്റ് കുറഞ്ഞു എന്നുള്ളതാണ് എന്ത്, ബോയൻസി ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയും ബോയൻസി ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തുമാത്രം വെയിറ്റ് ഒരു ഫ്ലൂയിഡിലേക്ക് മുക്കി വെച്ചപ്പോൾ അതിന്റെ കുറഞ്ഞു പോയി. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ബോയൻസി ഫോഴ്സ്. രണ്ട് ഇക്വേഷൻ ഉണ്ട് ബോയൻസി ഫോഴ്സിന്. ഒന്ന് വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്, രണ്ടെന്താണ്, ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇൻ ദി ഫ്ലൂയിഡ്. അപ്പൊ അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അത്രയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഉള്ളത്. അടുത്തത് ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഈ ഫ്ലോട്ടിങ്ങും സിങ്കിങ്ങും എന്താണെന്നുള്ളത് നോക്കാം. ഫ്ലോട്ടിങ് എപ്പോഴാണ് ഫ്ലോട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് സിങ്ക് ചെയ്യുന്നത്, അതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതിനെ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. വെള്ളത്തിൽ പൊങ്ങി കിടക്കുക, അത് ഫ്ലോട്ടിംഗ് ആണ്. സിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളത്തിൽ മുങ്ങി പോവുക, അതിനാ സിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള ഫ്ലോട്ടിംഗ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ ഈ ഫ്ലോട്ടിംഗ് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലവരുടെ, എല്ലാവരുടെ അല്ല, ചിലവരുടെ മൈൻഡിലേക്ക് ഓർമ്മ വരിക ഈ തെർമോക്കോളൊക്കെ ഫ്ലോട്ട് ചെയ്ത് വെക്കൂലേ. ഇപ്പൊ തെർമോക്കോൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്നാ അവസ്ഥ, ആ തെർമോക്കോളിന്റെ ഒരു എന്താ ഒട്ടും വെള്ളത്തിന്റെ താഴേക്ക് മുങ്ങിപ്പോവില്ല അല്ലെ, സർഫസിലായിരിക്കും അതിന്റെ താഴത്തെ സർഫസ്. ആ രീതിയിൽ തെർമോക്കോൾ കൂടും, ശരിയല്ലേ? ആ സമയത്ത് ഒരു മരത്തിന്റെ കമ്പാണെങ്കിലോ, ഒരു മരത്തിന്റെ കമ്പാണ്, ഒരു മരത്തിന്റെ കമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാല് തെർമോക്കോൾ മുങ്ങുമ്പോഴാണ് അങ്ങനെ, അല്ല, അതെന്താണ്, അത് കുറച്ച് വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതും ഫ്ലോട്ടിംഗ് ആണ്, ഇതും ഫ്ലോട്ടിംഗ് ആണ്. മനസ്സിലാവുണ്ടോ? ഇനി നമ്മളൊരു കല്ലിട്ടാലോ, വെള്ളത്തിലേക്ക് ഒരു കല്ലിട്ട് കഴിഞ്ഞാല് അത് വെള്ളത്തിന്റെ മുകളിൽ മുങ്ങി കിടക്കൂല, അത് താഴത്തേക്ക് സിങ്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് എന്താ, ഇത് ഫ്ലോട്ടിംഗ് കണ്ടീഷൻ ആണ്, ഇതും ഫ്ലോട്ടിംഗ് ആണ്, ഇതും ഫ്ലോട്ടിംഗ് ആണ്. അത് ഇതെന്താണ്, സിങ്കിങ് എന്ന് പറയുന്നത്, മുങ്ങിപ്പോകുന്നു. ഓക്കെ, നമ്മള് ഈ മൊഡ്യൂളിൽ നോക്കുന്ന ഈ സംഭവമാണ് കേട്ടോ, ഈ ഫ്ലോട്ടിങ്. ഓക്കെ, ഈ ഫ്ലോട്ടിങ് നമ്മൾ വ്യത്യാസം എന്താണെന്ന് പറയാം. നമുക്കിവിടെ വരുന്നത് ഈ തരം ഫ്ലോട്ടിംഗ് ആണ്. ഇതുപോലെയാണ് നമ്മുടെ ഷിപ്പുകളും നമ്മുടെ ബോട്ടുകളൊക്കെ ഫ്ലോട്ട് ചെയ്യുന്ന ഈ രീതിയിലാണ്. കുറച്ച് വെള്ളത്തിന്റെ അടിയിലായിരിക്കും, കുറച്ച് വെള്ളത്തിന്റെ മുകളിലായിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ ഫ്ലോട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ ഫ്ലോട്ട് ചെയ്യുന്നത് പറയാം. ഇനി എപ്പോഴാണ് ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യുന്നത്, ഇനി ഞാൻ ഫ്ലോട്ട് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ഈ ഫ്ലോട്ടിങ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇത് വിട്ടേക്കാം. ഈ ഫ്ലോട്ടിങ് വിടുക, നമ്മൾ മൊഡ്യൂൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഫ്ലോട്ടിംഗ് ആണ്. ഞാൻ ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ ഫ്ലോട്ടിംഗ് ആണ് ചിന്തിക്കേണ്ടത്, അതായത് കുറച്ച് വെള്ളത്തിന്റെ അടിയിൽ കുറച്ച് വെള്ളത്തിന്റെ മുകളിൽ എന്നുള്ള രീതിയിലുള്ള ഫ്ലോട്ടിംഗ്. എപ്പോഴാണ് ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് വസ്തു ഫ്ലോട്ട് ചെയ്യുന്നത്, ബോയിൻസി ഫോഴ്സ് FP, ബോയിൻസി ഫോഴ്സ് ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റിനോട് ഈക്വൽ ആകുമ്പോഴാണ് ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യുന്നത്. ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ബോയിൻസി ഫോഴ്സ് അതിന്റെ വെയിറ്റിനോട് ഈക്വൽ ആകുമ്പോഴാണ് എന്ത്, അത് ഫ്ലോട്ട് ചെയ്യുന്നത്. ബോയിൻസി ഫോഴ്സ് ഈക്വൽ ടു വെയിറ്റ് ആകുമ്പോൾ ഫ്ലോട്ട് ചെയ്യും. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ്, ബോയിൻസി ഫോഴ്സ് ലെസ് ദാൻ ഒബ്ജക്ട്സ് വെയിറ്റ്, അതായത് വെയിറ്റ് കൂടുതലാണ്, വസ്തുവിന്റെ വെയിറ്റ് കൂടുതലാണ്. അപ്പൊ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് കൂടുതലായിരിക്കും, എന്നാൽ ബോയിൻസി ഫോഴ്സ് എന്താ, കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ വസ്തു എന്ത് ചെയ്യും, സിങ്ക് ചെയ്യും. ഓക്കെ, സിങ്ക് ചെയ്യും. ഈ മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് ബോയിൻസി ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഒബ്ജക്ട്സ് വെയിറ്റ്, ബോയിൻസി ഫോഴ്സ്
ഗ്രേറ്റർ ദാൻ ഒബ്ജക്ട്സ് വെയിറ്റ് ആകുമ്പോൾ, വെയിറ്റിനേക്കാൾ കൂടുതലാണ് ബോയിൻസി ഫോഴ്സ് എങ്കിൽ അതെന്ത് ചെയ്യും? റൈസ് ചെയ്യും. അപ്പൊ റൈസ് ചെയ്ത് എന്ത് ചെയ്യും? അത് വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വന്നിരിക്കും. അതാണ് നമ്മുടെ ഈ തെർമോകോളിന്റെ കേസിൽ സംഭവിക്കുക. തെർമോകോളിന്റെ കേസിൽ എന്താണ്? ഇത് ആക്ച്വലി ഫ്ലോട്ടിംഗ് എന്നാണ് നമ്മൾ നമ്മുടെ സാധാരണ നമ്മൾ പറയാറ്. ആക്ച്വലി ഇത് ഫ്ലോട്ടിംഗ് അല്ല, ഇതാണ് ഫ്ലോട്ടിംഗ്, ഒറിജിനൽ ഫ്ലോട്ടിംഗ് ഇതാണ്. ഇവിടെ എന്നാ സംഭവിക്കുന്നത്? ഇവിടെ ഈ തെർമോകോൾ ആയതുകൊണ്ട് തെർമോകോളിന്റെ വെയിറ്റ് വളരെ കുറവാ. അപ്പൊ തെർമോകോളിൽ ആക്ട് ചെയ്യുന്ന ബോയിൻസി ഫോഴ്സ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ബോയിൻസി ഫോഴ്സ് മൂലം എന്ത് ചെയ്യും? തെർമോകോൾ മുകളിലേക്ക് പൊങ്ങി ആ സർഫസിൽ പോയി കിടക്കും. ഓക്കെ. അപ്പോ ഈ കേസിലാണ് സംഭവിക്കുക, ബോയിൻസി ഫോഴ്സ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഫ്ലോട്ടിംഗ് എന്ന് പറയുമെങ്കിലും നമ്മൾ ഈ മൊഡ്യൂളിൽ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഇതല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണ് ഫ്ലോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് പറയണം? ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ബോയിൻസി ഫോഴ്സിനോട് ഈക്വൽ ആകുമ്പോഴാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇനി എപ്പോ ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യുന്നു നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ അത് എഴുതി വെച്ചോണം. എന്താ പ്രോബ്ലം വരുമ്പോഴൊക്കെ അതിന് ആവശ്യം വരും. പ്രോബ്ലത്തിൽ പറയാണ് an object is floating എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എഴുതി വെച്ചോണം. എന്താ? ബോയിൻസി ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി ബോഡി. എന്നിട്ടുള്ള പരിപാടി നോക്കിയാൽ മതി. ഓക്കെ. അതാണ് നമ്മുടെ ഹിന്റ്. ഒരു ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിൻസി ഫോഴ്സും വെയിറ്റും ഈക്വൽ ആണ്. അതിൽ നിന്ന് എന്തോ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഹിന്റ് എന്ന് പറയുന്നത്. സോ അത് മൈൻഡിൽ വച്ചേക്കാം. അപ്പൊ ഇതാണ് പഠിക്കാനുള്ളത്. ഒരു വസ്തു ഫ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ബോയിൻസി ഫോഴ്സും ആ വസ്തുവിന്റെ വെയിറ്റും ഈക്വൽ ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സെന്റർ ഓഫ് ബോയിൻസി. സെന്റർ ഓഫ് ബോയിൻസി എന്താണ്? അതൊരു ആക്ച്വലി ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ. ഒരു ഇമാജിനറി പോയിന്റ് ആണ്. സെന്റർ ഓഫ് ബോയിൻസി എന്ന് പറഞ്ഞൊരു ഇമാജിനറി പോയിന്റ് ആണ്. അപ്പൊ എന്താ സംഭവം? പേര് തന്നെ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇറ്റ് ഈസ് ദി പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദി ഫോഴ്സ് ഓഫ് ബോയിൻസി ഓൺ ദി ബോഡി. The point of application of force of buoyancy on the body is known as center of buoyancy. Point of application of force of buoyancy on the body is known as center of buoyancy. ഒരു ബോഡിയിൽ സെന്റർ ഓഫ് ബോയിൻസി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് ബോയിൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി അത് എവിടെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെന്റർ ഓഫ് ബോയിൻസിന്റെ ലൊക്കേഷൻ എവിടെയാണ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അടുത്ത വരി കൊടുത്തേക്കണേ. ഇറ്റ് ഈസ് ഓൾവേസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ് ഈസ് ഓൾവേസ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഓൾവേസ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. എന്താ മീൻ ചെയ്യുന്നത്? വീണ്ടും ഒരു ബക്കറ്റിൽ നമ്മൾ വാട്ടർ എടുത്തു. അതിലേക്ക് ഒരു മരത്തിന്റെ കട്ട വെച്ചപ്പോൾ ആ മരത്തിന്റെ കട്ട അത് ഈ രീതിയിലാണ് ഫ്ലോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇത്ര ഫ്ലോട്ട് ചെയ്യാം. ഓക്കെ. ഈ ബക്കറ്റിൽ നിറച്ചും വെള്ളം ഉണ്ടാകുമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ മരത്തിന്റെ കട്ട ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കുറച്ച് വെള്ളം തുളുമ്പി പുറത്തേക്ക് ചാടും. ഓക്കെ. മനസ്സിലാവുണ്ടോ? എന്തുമാത്രം വോളിയം വെള്ളം ഡിസ്പ്ലേസ് ചെയ്തു? ഇത്രയും വോളിയം അല്ലെ? ഇത്രയും വോളിയത്തിലുള്ള വെള്ളം ഡിസ്പ്ലേസ് ചെയ്തേ. ബാക്കി ഇത്രയും എന്താ പൊങ്ങിക്കിടക്കുവാണ് കേട്ടോ, മുകളിലാണ്. ഇത്രയും വെള്ളത്തിന്റെ മുകളിലാണ്. ഇതാണ് വാട്ടർ ലെവൽ കേട്ടോ. വാട്ടർ ലെവലിന്റെ താഴെയുള്ള അത്രയും, അതായത് ഇത്രയും മരക്കട്ട ഇട്ടപ്പോൾ അതിന്റെ കുറച്ച് മുകളിലും കുറച്ച് താഴെയായിട്ട് ഇരിക്കുന്നത് ഫ്ലോട്ട് ചെയ്യുന്ന വിചാരിക്കും. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ. വോളിയം ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് എന്ന് ഇത്രയാണ്. ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് നടുക്കായിട്ടുള്ള ഭാഗം, ഈ ഒരു ചതുരത്തിന്റെ, ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏകദേശം നടുക്കായിട്ടായിരിക്കും എന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പൊ ആ പോയിന്റിനെയാണ് സെന്റർ ഓഫ് ബോയിൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. അതാണ് സെന്റർ ഓഫ് ബോയിൻസി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കും. സെന്റർ ഓഫ് ബോയിൻസി എന്ന് പറയുന്നതാണ്.
ഓക്കെ ആണല്ലോ? ഒരു തംസപ്പ് തന്നെ റെഡി. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകണം. അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഓൾറെഡി ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് രണ്ടല്ല 3 ക്വസ്റ്റ്യൻ ഇവിടുന്ന് മെയിനായിട്ട് പഠിച്ചത്. ഒന്ന് ബോയിൻസി ഫോഴ്സിന്റെ വാല്യൂ എത്രയാണ്, എഫ് ബി സിഗ്ലർ റോ ജി വി, വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. 2 എപ്പോഴാണ് ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നത്, ബോയിൻസി ഫോഴ്സും വെയിറ്റും ഈക്വൽ ആകുമ്പോൾ. 3 സെന്റർ ഓഫ് ബോയിൻസിയുടെ ലൊക്കേഷൻ എവിടെയാണ്, സെൻട്രോയിഡ് ഓഫ് ദി വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ, 4ാമത്തെ സാധനം മെറ്റാ സെന്റർ. വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. മെറ്റാ സെന്റർ 4ാമത്തത്. ജസ്റ്റ് ഒന്ന് വായിച്ചോക്കി എന്താന്നുള്ളത്. ഓക്കെ, മെറ്റാ സെന്റർ എന്താണ്? മെറ്റാ സെന്റർ എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം കേട്ടോ. 2 രീതിയിലാണ് മെറ്റാ സെന്ററിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. 2 ഡെഫിനിഷൻ ഉണ്ട്. 1ാമത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എന്ത്? പോയിന്റ് എബൌട്ട് വിച്ച് എ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് when the body is tilted by a small angle is called meta center. ഇത് വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ്? പോയിന്റ് എബൌട്ട് വിച്ച് എ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് when the body is tilted by a small angle. ഒരു ബോഡി, താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു ബോഡിയാ. ഇത് ആക്ച്വലി ഒരു ഷിപ്പിന്റെ ക്രോസ് സെക്ഷനായി കാണിച്ചിരിക്കുന്നത്. ഷിപ്പിന്റെ ബോട്ടം മാത്രമേ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ഷിപ്പിന്റെ കുറെ ബിൽഡിങ്ങുകളൊക്കെ വരും. അതൊന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഷിപ്പിന്റെ ഒരു റെപ്രസെന്റേഷൻ, സിമ്പിൾ റെപ്രസെന്റേഷനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു ബോഡിക്ക് ചെറിയ ടിൽറ്റ് കൊടുത്തു, ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ചെറിയ ടിൽറ്റ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഒരു സൈഡിൽ ചെറിയ ടിൽറ്റ് കൊടുത്ത് എന്ത് ചെയ്യും? അത് ഓസിലേറ്റ് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. വെള്ളത്തിലല്ല എടുക്കുന്നത്, അപ്പൊ ഓസിലേറ്റ് ചെയ്യും. അപ്പൊ ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു പർട്ടിക്കുലർ പോയിന്റ് എബൌട്ടായിട്ട് അത് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പോയിന്റ് എബൌട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം. ആ പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മെറ്റാ സെന്റർ എന്ന് പറയുന്നത്. പോയിന്റ് എബൌട്ട് വിച്ച് എ ബോഡി സ്റ്റാർട്ട്സ് ഓസിലേറ്റിംഗ് when the body is given a small angular displacement. Okay, when the body is tilted by a small angle. Okay, കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. 1ാമത്തെ ഡെഫിനേഷൻ കഴിഞ്ഞു. ഇനി 2ാമത്തെ ഡെഫിനേഷൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. 2 ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ്, ഇത് ഇമ്പോർട്ടന്റ്. 2ാമത്തെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കി. അത് ഇച്ചിരി കൂടി ആക്യുറേറ്റ് ആയിട്ട് അവർ ഡിഫൈൻ ചെയ്തേക്കുക, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നോ ഉള്ളതൊക്കെ. അങ്ങനെയാ. മെറ്റാ സെന്റർ മേ ഓൾസോ ബി ഡിഫൈൻഡ് ആസ്, ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെ? എ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് ദി ബോഡി. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് ദി ബോഡി പാസിംഗ് ത്രൂ സെന്റർ ഓഫ് ഗ്രാവിറ്റി. എന്താ ആക്സിസ് ഓഫ് ദി ബോഡി എന്ന് പറയുന്നത്? ഒരു ബോഡി, ഇപ്പൊ നമ്മുടെ ഷിപ്പ് ഉണ്ട്, അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും. ഇപ്പോൾ ജി എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റിയാ. അപ്പൊ അതിലൂടെയുള്ള അതിന്റെ ആക്സിസ്, ഇതാണ് അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുള്ള ആക്സിസ് അതാണ് ഈ ആക്സിസ്. അപ്പൊ ആ ആക്സിസും പോയിന്റ് ഓഫ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് ദി ബോഡി പാസിംഗ് ത്രൂ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഒറിജിനൽ സെന്റർ ഓഫ് ബോയൻസി. ഓക്കെ, അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, ഇതാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ബോഡി, നമ്മുടെ ഷിപ്പ് ടിൽറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള സെന്റർ ഓഫ് ബോയൻസി, ടിൽറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്? ടിൽറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു സെന്റർ ഓഫ് ബോയൻസി ഉണ്ടാവും, അതന്നല്ലേ? ടിൽറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു സെന്റർ ഓഫ് ബോയൻസി ഉണ്ടാവും. അപ്പൊ ആ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആക്സിസ്. ഓക്കെ, ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെന്റർ ഓഫ് ബോയൻസി ആൻഡ് ആ ആക്സിസും പിന്നെ വേറൊരു ലൈനും കൂടി പറയുന്നുണ്ട്. എന്താണ്? ആൻഡ് എ വെർട്ടിക്കൽ ലൈൻ പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് ബോയൻസി V1 ഓഫ് ദി ടിൽറ്റഡ് പൊസിഷൻ ഓഫ് ദി ബോഡി. ഇനി ഇതാണ് ഒറിജിനൽ, ടിൽറ്റ് ചെയ്യാത്തപ്പോഴുള്ള ഒറിജിനൽ ആയിട്ടുള്ള എന്താണ് ആക്സിസ് എന്ന് പറയുന്നത്. ജിയിലൂടെയും സെന്റർ ഓഫ് ബോയൻസിലൂടെയും കടന്നു പോകുന്ന ആക്സിസ്. ഈ ബോഡി ഞാൻ ടിൽറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ജിയുടെ വാല്യൂ മാറുമൊന്നുമില്ല, ജി അവിടെ തന്നെ ആയിരിക്കുള്ളൂ. ടിൽറ്റ് ചെയ്താലും ടിൽറ്റ് ചെയ്തില്ലെങ്കിലും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒരു ഒറ്റ പോയിന്റിൽ നിന്നേക്കോളൂ. ഓക്കെ, പക്ഷെ സെന്റർ ഓഫ് ബോയൻസി മാറും. ഒരു ബോഡിനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെന്റർ ഓഫ് ബോയൻസി മാറും. കാരണം എന്താ?
ടിൽറ്റ് ചെയ്യുമ്പോൾ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് മാറും എന്നൊക്കെ ഇതിനെ ചെറുതായിട്ട് ടിൽറ്റ് ചെയ്തു. അപ്പൊ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് എന്തായി മാറി. ഇതാണ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും എന്ത്, സെന്റർ ഓഫ് ബോയിൻസി എന്ന് പറയുന്നത് അല്ലെ. സെന്റർ ഓഫ് ബോയിൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ഇറ്റ് ഈസ് ദി വോളിയം ഓഫ് ഇറ്റ് ഈസ് ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എന്താ ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു. അപ്പൊ ടിൽറ്റ് ചെയ്യുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെന്റർ ഓഫ് ബോയൻസി ഒന്ന് മാറും. അപ്പൊ പുതിയ സെന്റർ ഓഫ് ബോയൻസിലൂടെ ഞാൻ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാന്ന് വിചാരിക്കാം. പുതിയ സെന്റർ ഓഫ് ബോയൻസിലൂടെ ഞാൻ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാന്ന് വിചാരിക്കാം. അപ്പൊ ആ വെർട്ടിക്കൽ ലൈനും ആദ്യം പറഞ്ഞ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് പഴയ സെന്റർ ഓഫ് ബോയൻസി ഇതിലൂടെ വരയ്ക്കുന്ന ആ ആക്സിസും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് മെറ്റാ സെന്റർ എന്ന് വിളിക്കുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എന്താണ്, വേറെ ഒന്നുമില്ല, വെരി സിമ്പിൾ ആണ്. എന്താണ്, ഒരു ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് ബോയൻസിയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആക്സിസും ആ ബോഡി ടിൽറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പുതിയ സെന്റർ ഓഫ് ബോയൻസിയിലൂടെ വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈനും, ആ ബോഡി ടിൽറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയ സെന്റർ ഓഫ് ബോയൻസിയിലൂടെ വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് മെറ്റാ സെന്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മെറ്റാ സെന്റർ എന്ന് വിളിക്കുന്നത്. ഇനി വായിച്ചോക്കെ, ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കെ, ക്ലാരിറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടി ഒന്നും വായിച്ചു. മെറ്റാ സെന്റർ മേ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് ദി ബോഡി പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ഒറിജിനൽ സെന്റർ ഓഫ് ബോയൻസി ആൻഡ് എ വെർട്ടിക്കൽ ലൈൻ passing through the center of buoyancy of the tilted position of the body. Okay, അപ്പൊ രണ്ട് ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആണ്, രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ ചിങ്ങൂടി ഇമ്പോർട്ടന്റ് ആണ്. അത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചിങ്ങൂടി ഓപ്ഷനിൽ വരാൻ സാധ്യത എളുപ്പത്തിൽ ഉള്ളതുകൊണ്ട് അത് എന്തായാലും പഠിക്കണം. രണ്ടാമത്തെയും പഠിക്കണം. ഇനി മെറ്റാ സെന്റർ എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് ആണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. എന്താണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്? അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ മെറ്റാസെൻട്രിക് ഹൈറ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ നോക്കാം. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞ ഡിഫിനിഷൻ ഇതാണ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് നമ്മൾ GM എന്നാണ് എഴുതുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മെറ്റാ സെന്റർ. സെന്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മെറ്റാ സെന്റർ. സെന്റർ ഓഫ് ഗ്രാവിറ്റിയും മെറ്റാ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയുന്നത്. സെന്റർ ഓഫ് ഗ്രാവിറ്റിയും മെറ്റാ സെന്ററും തമ്മിലുള്ള ഹൈറ്റ്. ഓക്കെ, മെറ്റാ സെന്റർ ഇതാന്ന് വിചാരിക്കാം. മെറ്റാ സെന്റർ എന്താ അറിയാലോ, തൊട്ടുമുമ്പ് പറഞ്ഞു. മെറ്റാ സെന്റർ ഇതാണ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതാണ്. ഇത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് GM, ജിയും എമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഓക്കെ, മെറ്റാസെൻട്രിക് ഹൈറ്റ്. ഇനി നമുക്ക് ആ ഡിസ്റ്റൻസിന് എങ്ങനെ എഴുതാൻ പറ്റും നോക്കി. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റുക. GM എന്ന് പറഞ്ഞാൽ ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. ഇങ്ങനെ ഓപ്ഷനിൽ ചോദിക്കാം കേട്ടോ. 4 ഓപ്ഷൻ തരും. ഇത് അങ്ങോട്ട് മാറ്റി തരും. എന്നിട്ട് ഇതിന് കറക്റ്റ് മെറ്റാസെൻട്രിക് ഹൈറ്റ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഈ BM എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റാ സെന്ററും സെന്റർ ഓഫ് ബോയൻസിയും തമ്മിലുള്ള ദൂരം. അതിൽ നിന്ന് BG എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെന്റർ ഓഫ് ബോയൻസിയും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ദൂരം. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് GM കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഈ BM എന്ന് പറയുന്ന സാധനം, BM എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് ബോയൻസിയും മെറ്റാ സെന്ററും തമ്മിലുള്ള ഹൈറ്റ് BM. ഈ BM-ന് നമുക്ക് I/V എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിന് ഡെറിവേഷൻ ഒക്കെ ഉണ്ട്, അന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല.
ബി എം എന്ന് പറഞ്ഞാൽ ഐ ബൈ വി ആണ്. ഐ ബൈ വി. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ടോപ്പ് വ്യൂ. അതായത് മെറ്റാ സെന്ററും സെന്റർ ഓഫ് പോയിന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഐ ബൈ വി ആണ്. ഐ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ടോപ്പ് വ്യൂ ആണ്. അതായത് ഈ ഷിപ്പിനെ മോളിൽ നോക്കുവാണ്. ഓക്കെ, മോളിൽ നോക്കുമ്പോൾ ഒരു ഷേപ്പ് കാണൂലോ, അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ടോപ്പ് വ്യൂ, അതാണ് ഐ എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് വോളിയം ഓഫ് ഡിസ്പ്ലേസ്ഡ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ വോളിയം ഡിസ്പ്ലേസ്ഡ് വോളിയം, അതാണ് വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജി എം ഈസ് ഈക്വൽ ടു ഐ ബൈ വി മൈനസ് ബി ജി എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഓപ്ഷനിൽ ഇങ്ങനെ നേരിട്ട് ഒരു ഇക്വേഷൻ തരാം, മെറ്റാസെറ്ററി ഹൈറ്റ് ഈസ് ഗിവൺ ബൈ, അങ്ങനെ 3-4 ഓപ്ഷൻസ് വന്നിട്ട് ഏതാണെന്ന് കറക്റ്റ് നോക്കാം. ഓക്കെ, അല്ലാതെ പ്രോബ്ലം ചോദിക്കൊന്നുമില്ല. അപ്പൊ ആ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ കേട്ടോ. സോ ഇതാണ് മെറ്റാസെന്റ് ഹൈറ്റിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. മെറ്റാസെന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ജി എം ആണെന്ന് ഓർത്തിരിക്കാം, ജി എം. ഓക്കെ, അല്ലെങ്കിൽ എം ജി ഹെക്ടർ അല്ലേ, എം ജിയുടെ വണ്ടി, അതാണ് എന്ത് മെറ്റാസെന്റ് ഹൈറ്റ്, അന്ന് ഓർത്തിരിക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബോയിൻസി ആൻഡ് ഫ്ലോട്ടേഷൻ കഴിഞ്ഞു. താങ്ക് യു.